നമസ്കാരം. നമുക്കിന്ന് നല്ല അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഒന്ന് കാണാം. ഒരു ഗ്രാമത്തിൻ്റെ സ്വന്തം വെള്ളച്ചാട്ടം. ആ ഗ്രാമവാസികളെല്ലാവരും അവിടെ കുളിക്കാനായി എത്താറുണ്ട്. അവർ അതുപോലെ അതിനെ ഭംഗിയായി വൃത്തിയായി എന്നെ പരിപാലിച്ചും പോകുന്നുണ്ട്. അവർ പറയുന്നത് പുറത്തുനിന്നുള്ളവരെത്തുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ വെള്ളച്ചാട്ടം മലിനമാക്കിയിട്ട് പോകുന്നത്. വേസ്റ്റുകളും കുപ്പികളും ഒക്കെ വലിച്ചെറിഞ്ഞ് അവിടെ മൊത്തം വികൃതമാക്കിയിട്ടിട്ടാണ് വരുന്നവർ പോകുന്നതെന്നാണ് അവർ പറഞ്ഞത്. നല്ലൊരു ഗ്രാമമാണ്. നമ്മുടെ കോന്നിയിൽ നിന്നും പത്തനാപുരത്തിന് പോകുന്ന വഴി കൂടൽ എന്ന സ്ഥലത്തു നിന്ന് നമ്മൾ രാജഗിരി എസ്റ്റേറ്റ് ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ്. അതിനുള്ളിലാണ് ഈ കൊച്ചു വെള്ളച്ചാട്ടം. കൊച്ചു വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒരിക്കലും പറ്റാത്തൊരു ഉറവയാണ്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും ഇവിടെ എത്തിയാണ് അവർ കുളിക്കാറുള്ളത്. കാരണം അവർക്ക് അടുത്തെങ്ങുമുള്ള മറ്റ് വെള്ളച്ചാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടാണ്. റബ്ബറിൻ്റെ വേരും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നടന്നുപോയി നടപ്പാത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നല്ല നല്ല കൊച്ചു വെള്ളച്ചാട്ടങ്ങളെ ഒക്കെ അത് മലീമസമാക്കുന്നത് നമ്മുടെ അന്ന് പോകുന്നവരാണെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കുളിക്കാൻ പറ്റുന്ന വിശാലമായ ഒരു വെള്ളച്ചാട്ടം. പിന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ ഉള്ളതുപോലെയുള്ള അട്ട ഇവിടെ ഇല്ല. അട്ടയെ നമ്മൾ പേടിക്കുകയേ വേണ്ട. ഇവിടെ അങ്ങനൊരു ജീവി ഈ പരിസരത്തൊന്നും ഇല്ല. എല്ലാവരും അവിടെ കുളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം കുളിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് തിരിച്ച് കയറുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ. ഈ ചെടി കണ്ടോ നിങ്ങൾ? ഇത് പഴയ ആൾക്കാർക്ക് ചെടി അറിയാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും എനിക്കറിയില്ല. ഇതിനെ ചണ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാറ് ഊറ്റിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് പണ്ട് ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് തലയിൽ തേക്കുമായിരുന്നു. ഭയങ്കര ഇനി ഷാമ്പു ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ പഴുത്ത് കിടക്കുന്നുണ്ടോ? ഭയങ്കര മണമായി ഇതിന്. എത്ര ദിവസം നമ്മുടെ തലയിൽ അതിൻ്റെ മണം നിൽക്കുമെന്നറിയാമോ? ചണ്ണയെന്ന് അതിന് ഗ്രാമങ്ങളിലൊക്കെ വിളിക്കുന്ന ഈ സസ്യത്തിന് വിളിക്കുന്നത്. അതിൻ്റെ കായായി കാണുന്നത് നല്ല രസമാണ്. ഇന്നിപ്പോൾ അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയെ ഇപ്പം ഉൾവനങ്ങളിലൊക്കെ ഇപ്പം നമുക്കത് കാണാൻ കിട്ടുകയുള്ളൂ.
ഇപ്പോൾ പുറമേ നിന്നുള്ള എല്ലാവർക്കും ഇതിൻ്റെ പേര് പോലും അറിയത്തില്ല. മറ്റു പലരും ഇതിൻ്റെ പേര് പോലും മറന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.